പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തീവ്രവാദികളുടെ വീടുകൾ ഇപ്പോൾ ഒന്നൊന്നായി ഇടിച്ചു നിരത്തുകയാണ് സർക്കാർ. മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന ആദിൽ ഹുസൈൻ തോക്കറുടെ വീട് ഇടിച്ചു നിരത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോൾ കുടുംബം ഒന്നാകെ ഈ ഭീകരനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലേക്ക് സ്റ്റുഡൻസ് വിസയിൽ പോയ ആദിലുമായി 2018 മുതൽ തങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. 2018 ഏപ്രിൽ 29 ഒരു പരീക്ഷയ്ക്കായി ബാഗാമിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. ഞങ്ങൾക്ക് അവനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അതിനുശേഷം അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അന്ന് ഞങ്ങൾ കാണാതായി എന്ന് പരാതി നൽകുകയും ചെയ്തു. ഇങ്ങനെയാണ് മാതാവ്, അതായത് ആദിലിന്റെ മാതാവ് ഷഹസാദ ബാനു പറയുന്നത്. മകൻ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തനിക്ക് അംഗീകരിക്കാനാവുന്നതൊന്നല്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അവൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈന്യത്തിന് വേണ്ട പോലെ ചെയ്യാമെന്നും അവർ പറയുന്നു. ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ആദിൽ കീഴടങ്ങണമെന്നും അവർ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സുരക്ഷാ സേന വീട്ടിലെത്തിയതും. വീട് പരിശോധിക്കുകയും വീടിന്റെ ഉൾഭാഗം കാണിച്ചുകൊണ്ട് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അവർ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു, നിങ്ങളുടെ മകൻ വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ചു എന്നവർ പറഞ്ഞു. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അത് അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യാതിരുന്നതെന്ന്. അവൻ വീട്ടിൽ വന്നിട്ട് വർഷങ്ങളായി എന്നാണ് ആദിലിന്റെ അമ്മ വ്യക്തമാക്കുന്നത്. പിന്നീട് അവർ പറഞ്ഞു, നിങ്ങളുടെ വീട് ബോംബ് വെച്ച് തകർക്കാൻ പോവുകയാണ്, ഓടിപ്പോയിക്കോളൂവെന്നും ഷഹസാദ് ബാനു പറയുകയാണ്. ആദിൽ 2018 സ്റ്റുഡൻസ് വിസയിൽ പാകിസ്ഥാനിലേക്ക് കടന്നതായി രഹസ്യാന്വേഷണ ഏജൻസികളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2024 ആദിൽ തിരിച്ചെത്തിയെന്നും ഏജൻസികൾ കണ്ടെത്തിയതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ആദിലിന്റെ പിതാവിനെയും സഹോദരങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഷഹസാദ ബാനുവിനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ദിവസത്തിന് ശേഷം വിട്ടയക്കുകയാണ് ചെയ്തത്. അധികൃതർ പുറത്തുവിട്ട രേഖാചിത്രം തന്റെ മകനുമായി സാമ്യമുള്ളതല്ല എന്നാണ് അവർ അവകാശപ്പെട്ടിരിക്കുന്നതും. അതേസമയം ഇതുവരെ 10 ഭീകരരുടെ വീടുകളാണ് ജമ്മു കാശ്മീരിൽ തകർത്തത്. 25 ടൂറിസ്റ്റുകളെയും ഒരു കാശ്മീരിയെയും അതിക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകര ആക്രമണം അതിന്റെ പഴുതടച്ച് അന്വേഷണവും തിരച്ചിലും തുടരുന്നതിനിടയിലാണ് ഭീകരരുടെ വീടുകൾ പൊളിച്ചു നീക്കിയിരിക്കുന്നതെന്ന നടപടി പുരോഗമിക്കുന്നതും. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 10 ഭീകരവാദികളുടെ വീടുകൾ തവിടുപൊടിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷർ ഭീകരരായ ആദിൽ ഹുസൈൻ തോക്കർ, സാക്കിർ അഹമ്മദ് ഖനി, അമീഡ അഹമ്മദ് ധർ, ആസിഫ് ഷെയ്ഖ് എന്നിവരുടെയും വീടുകൾ തകർത്തു. സഹായം ചെയ്ത പ്രാദേശിക ഭീകരരായ ഷാഹിദ് അഹമ്മദ്, അതുപോലെ അസൻ ഇൽ അമീർ എന്നിവരുടെയും ജെയ്ഷെ ഭീകരരായ അമീർ നസീർ ഖാനി, ജമീർ അഹമ്മദ് ഷോർ എന്നിവരുൾപ്പെടെയുള്ളവരുടെ വീടുകളൊക്കെ തന്നെ നെടുകെ പിളർക്കുകയാണ് ചെയ്തതും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു പഹൽഗാമിനടുത്തുള്ള ബൈസൽ വാലിയിൽ 25 വിനോദസഞ്ചാരികളെയും ഒരു പ്രാദേശിക ഫോണി റെയ്ഡ് ഓപ്പറേറ്ററെയും ഭീകരർ വെടിവെച്ചു കൊന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു പഹൽഗാമിനടുത്തുള്ള ബൈസൻ വാലിയിൽ 25 വിനോദസഞ്ചാരികളെയും ഒരു പ്രാദേശിക ഫോണി റെയ്ഡ് ഓപ്പറേറ്ററെയും ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. കുറഞ്ഞത് 5 ഭീകരരെങ്കിലും ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നിഗമനം. അതുപോലെ തന്നെ ഇരകളോട് അവരുടെ മതം ചോദിച്ച് അമുസ്ലിങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരുന്നു കൂട്ടക്കുരുതി നടത്തിയതും. രാജ്യത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഭീകരർ ആക്രമണം നടത്തിയതെന്നതാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.